ഓം നമ ശിവായ. നമ ശിവായ. നർമ്മദേ ഹർ. നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അരുൺ പ്രഭു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സുസ്വാഗതം. ഇന്ന് ഞാൻ ഈ എപ്പിസോഡിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയമാണ് ഒരു വാട്സപ്പ് ചോദ്യങ്ങളാണ്. കുറേ പേര് എൻ്റെ വീഡിയോ വാച്ച് ചെയ്യുന്നു, എൻ്റെ ഫേസ്ബുക്ക് സ്റ്റാറ്റസ് വാച്ച് ചെയ്യുന്നു. അപ്പോൾ നരസിംഹമൂർത്തിയുടെ അപ്കമിങ് അവതാർ, അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാമോ? മുരുകയുഗം ആണോ വരുന്നത് എന്നൊക്കെ അതൊരു ക്ലിയർ ആക്കി കൊടുക്കുക എന്നുള്ളൊരു കടമയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, സിദ്ധയുഗം കഴിഞ്ഞ വർഷങ്ങൾ, അതായത് കഴിഞ്ഞ 4 വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, സിദ്ധയുഗം എന്ന് പറഞ്ഞാൽ സിദ്ധന്മാരുടെ നാഥൻ എന്ന് പറഞ്ഞത് സ്വയം മുരുകനാണ്. അത് മുരുകയുഗമല്ല, സിദ്ധയുഗമാണ്. ഇനി വരാൻ പോകുന്നത് ശിവയുഗമാണ്. ദാറ്റ് മീൻസ്, അപ്പോൾ എല്ലാവരും ചിന്തിക്കും, കൈലാസത്തിലെ ശിവ കൺസെപ്റ്റ് ആണോ വരുന്നത് എന്നുള്ളത്. അത് ശങ്കരനാണ്, ത്രിമൂർത്തികളാണത്. ബ്രഹ്മ, വിഷ്ണു, ശങ്കർ. ഇവയ്ക്കും മേലെ ഒരു അവതാരമുണ്ട്, സൂപ്പർ നാച്ചുറൽ പവർ. അതാണ് ശിവം, നാരായണൻ എന്ന് വിളിക്കും നമ്മൾ. അതായത് നമ്മൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നാം കാണുന്നത് ശ്രീമൻ നാരായണനാണ്. ശംഖു ചക്ര ഗദാ ഹസ്ത, അത് ആക്ച്വൽ രൂപമാണ്, എന്നാൽ നിരാകാരവും കൂടിയാണ്. ശിവ എന്ന് പറഞ്ഞാൽ തന്നെ, ശിവം എന്ന് പറഞ്ഞാൽ തന്നെ കൺ എന്ന് പറഞ്ഞ കൺസെപ്റ്റാണ്. കണുമേ ശിവ, എല്ലായിടത്തും ശിവം. അതേപോലെ നാരായണ എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും. ആകാരത്തോടു കൂടിയത് നാരായണനും ആകാരമില്ലാത്ത ഭാവം ശിവനുമാണ്. എന്നാൽ രണ്ടും ഒന്നും തന്നെ. നാം ഈ കാണുന്ന ത്രിമൂർത്തികൾ ബ്രഹ്മ, വിഷ്ണു, ശങ്കർ. അപ്പോൾ നമ്മൾ ഓൾറെഡി കൺഫ്യൂസ് ആണ്. ഈ പറയുന്ന ശിവനും ശങ്കരനും ഒന്നാണോ എന്നുള്ളത്. ബട്ട് ദേ ആർ ഡിഫറെൻറ്റ്. എന്നാൽ ശങ്കറിൽ ശിവാംശമുണ്ട്, മഹാവിഷ്ണുവിൽ ശിവാംശമുണ്ട്, ബ്രഹ്മാവിൽ ശിവാംശമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നരസിംഹമൂർത്തിയുടെ സഹസ്രനാമത്തിൽ ത്രിമൂർത്തി വന്ധ്യായ എന്ന് പറയുന്നത്. അതായത് മഹാവിഷ്ണു യോഗനിദ്രയിൽ, അതേപോലെ ശങ്കരൻ ധ്യാനിക്കുന്നതും ശ്രീമൻ നാരായണ കൺസെപ്റ്റിലാണ്, അതായത് ശിവം. അപ്പോൾ ഒരു കൺഫ്യൂഷൻ മാറിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നരസിംഹയുഗം, അതായത് ശിവയുഗം, തൃക്കണ്ണുള്ളവനാണ് നരസിംഹം. അപ്പോൾ കലിയുഗത്തിൽ ഇനി വരാനിരിക്കുന്ന അവതാരമാണ് വജ്ര നരസിംഹഭാവം. അതായത് കുതിരയിൽ വാളുമേന്തി അതിരൂക്ഷമായ കോപം കൊണ്ട് ജ്വലിക്കുന്ന ആ ജ്വാലയെ വജ്രസമാനം ആയിത്തീരുന്ന അതിഭീകരമായിട്ടുള്ള അവതാരമാണ് ഇനി വരാനിരിക്കുന്ന അവതാരം. നമുക്കറിയാം, നരസിംഹം എന്ന് പറഞ്ഞാൽ സാക്ഷാൽ നാരായണനാണ്. മഹാവിഷ്ണു കൺസെപ്റ്റ് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുമെങ്കിലും ഈ പറയുന്ന വിഷ്ണു അവതാരമായിട്ടുള്ള ശ്രീരാമചന്ദ്രനും കൃഷ്ണനും
ഈ പറയുന്ന ശങ്കരാചാര്യയും സറണ്ടർ ചെയ്തത് നരസിംഹമൂർത്തിക്കില്ല. അത് നമ്മളുടെ ഹിസ്റ്ററിയിലൊക്കെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പോൾ നരസിംഹമൂർത്തിയെ ദശാവതാരത്തിൽ നാം കാണുന്നത് തന്നെ വിഡ്ഢിത്തമാണ്. കാരണം പ്രഹ്ലാദൻ ഓം നമോ ഭഗവതേ വാസുദേവായ എന്നല്ല ചൊല്ലിയത്, ഓം നമോ നാരായണായ, അതായത് സാക്ഷാൽ പരാശക്തിയാണ്. നരസിംഹമൂർത്തിക്ക് ഏത് ഭാവം എടുക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ ഈ കലിയുഗത്തിൽ നരസിംഹഭാവം പോസിറ്റീവ് ഉണ്ട്, അസുരഭാവമുണ്ട്. അതായത് ഒരു സിംഹത്തെ അടുത്ത് നമ്മൾ, അതായത് ഒരു മനുഷ്യൻ പോയി കഴിഞ്ഞാൽ പിച്ച് ചീന്തി കീറി തിന്നും. അതാണ് നെഗറ്റീവ്. എന്നാൽ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ പ്രഹ്ലാദനെ രക്ഷിക്കുന്ന ഒരു ഭാവമാണ്. വരുന്നതാരാണ്? ധർമ്മിഷ്ഠനാണെങ്കിൽ ആ ഭാവമാണ് പ്രഹ്ലാദൻ. ആ ഒരു ഭാവത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നരസിംഹമൂർത്തി എന്നുള്ളൊരു അവതാരം എടുത്തത്. അപ്പോൾ ഇന്ന് നരസിംഹം, അതായത് ഓൾറെഡി ഒരു സിംഹത്തിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ വെട്ടൊന്ന് മുറി കണ്ട് എന്നുള്ള കൺസെപ്റ്റാണ്. ഒന്നും ചിന്തിക്കത്തില്ല. അതാണ് നെഗറ്റീവ് എനർജി എന്ന് പറഞ്ഞാൽ. നമ്മൾ എവിടെ പോയാലും ഏതൊക്കെ രീതിയിൽ നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ നമുക്കെതിരായ ഒരു വ്യക്തി നമ്മളെ ദ്രോഹിക്കുന്നു, അല്ലേ? എവിടെ പോസിറ്റീവ് ഉണ്ടോ അവിടെ നെഗറ്റീവ് ഉണ്ട്. ആ നെഗറ്റീവിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് പോസിറ്റീവ് ശ്രമിക്കുന്നത്. എപ്പോഴും പോസിറ്റീവായിരിക്കും ജയിക്കുന്നതും. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നെഗറ്റീവ് കൂടി വരുന്ന അവസ്ഥയിൽ ഇപ്പോൾ നമുക്ക്, ഞാൻ കൽക്കി അവതാരത്തെ പറ്റി വീഡിയോ ചെയ്തായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ടാണ് ഒട്ടുമിക്കവരും വാട്സപ്പ് ചോദ്യം ചോദിച്ചത്, മുരുകയുഗമാണ് വരുന്നത് എന്നുള്ളത്. മുരുകയുഗം അല്ല വരുന്നത്, സിദ്ധയുഗമാണ്. പക്ഷേ മുരുകൻ ഫാൻസ് എന്ന് പറയാൽ അവർക്ക് അവരല്ലേ പോസിറ്റീവായിട്ട് പറയുള്ളൂ. ഇപ്പോൾ എൻ്റെ ഇഷ്ടമാണ് പൊതുവായിട്ട് ഞാൻ കാണുന്നത്. ഇപ്പോൾ ആസാം, ബംഗ്ലാദേശ് ആ ഏരിയയിലൊക്കെ ഭദ്രകാളിയാണ് കലിയുഗത്തിൽ അവതാരം എടുക്കണമെന്ന് പറയും. അതേപോലെ മധ്യപ്രദേശ് ഭാഗങ്ങളിലൊക്കെ ശ്രീരാമചന്ദ്രനാണ് വരുന്നതെന്ന് പറയും. പടിഞ്ഞാറേ സൈഡിൽ നോക്കുമ്പോൾ ഹനുമാൻ സ്വാമിയാണ് വരുന്നതെന്ന് പറയും. എന്നാൽ ഈ പറയുന്ന UP സൈഡിലൊക്കെ ആണെങ്കിൽ കൽക്കി കുതിരമേൽ മഹാവിഷ്ണു കയ്യിൽ വാളേന്തി വരുന്നെന്ന് പറയും. തമിഴ്നാട്ടിൽ അവരുടെ ഇഷ്ടദേവൻ എന്ന് പറഞ്ഞാൽ, തമിഴ് കടുവൾ എന്ന് പറഞ്ഞാൽ മുരുകനാണ്. അപ്പം മുരുകൻ വരുമെന്ന് പറയും. പക്ഷേ പൊതുവായിട്ട് നമ്മൾ സ്കന്ദപുരാണത്തിൽ തന്നെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഭവിഷ്യപുരാണത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഭവിഷ്യമാലികയിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, കലിയുഗ അവതാരം എന്ന് പറയുന്നത് ഏത് ഭാവത്തിലാണ് എന്നുള്ളത്. സാക്ഷാൽ നാരായണൻ തന്നെയാണ് വരുന്നത്, അതായത് ശിവം. കാരണം മറ്റുള്ള ഭാവങ്ങൾ എടുക്കുമ്പോൾ അതൊരു സ്പെസിഫിക് എനർജിയിൽ മാത്രമേ വരുള്ളൂ. എന്നാൽ ഫുള്ളി ലോഡഡ് കൽക്കിയെ കൺട്രോൾ ചെയ്യണമെങ്കിൽ അതായിട്ടുള്ള എനർജിയായുള്ള പരാശക്തി തന്നെ വേണം. ഈ തമിഴ്നാട് പോലെയുള്ള സംസ്ഥാനം അല്ലെങ്കിൽ മധ്യപ്രദേശ് പോലുള്ള ഒരു സംസ്ഥാനങ്ങളല്ല കൽക്കി നോക്കുന്നത്. ദ ഹോൾ വേൾഡ്, ഒരു ഉലക നായകൻ തന്നെ വന്നാലേ ഈ ഒരു കൽക്കി, അതായത് കലിയുഗത്തെ ആ കൽക്കിക്ക് നാശം ചെയ്യാൻ പറ്റുള്ളൂ.
അധർമ്മത്തെ നാശം ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ എക്സാമ്പിൾ, ഈ സിദ്ധയുഗം എന്ന് പറയുന്ന, അതായത് മുരുകയുഗം എന്ന് പറയുന്ന വിശ്വസിക്കുന്നവരോട്, അല്ലെങ്കിൽ കാളിയുഗം എന്ന് പറഞ്ഞ് വിശ്വസിക്കുന്നവരോട് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോൾ നിങ്ങളുടെ ഒരു സൊണാൽ പ്ലേസിൽ പ്രൈം മിനിസ്റ്റർ, ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ഇന്ന ദിവസം, അതായത് ഒരാഴ്ച കഴിഞ്ഞിട്ട് വരാനിരിക്കുന്നു. ആ ഒരാഴ്ചക്കുള്ളിൽ തന്നെ ആ ലൊക്കാലിറ്റിയിൽ ഫുൾ സ്കാൻ ചെയ്തിരിക്കും. ആര്? അവരുടെ സെക്യൂരിറ്റി ഏജൻസികൾ. അതായത് ഫുള്ളി സെക്യൂർഡ് ആയിട്ട് അവർ സൈൻ ചെയ്താൽ മാത്രമേ ആ പ്രോട്ടോകോൾ അനുസരിച്ച് പ്രധാനമന്ത്രിക്ക് അവിടെ വരാൻ ഉള്ള പെർമിഷനുള്ളൂ. ഇപ്പോൾ പ്രധാനമന്ത്രി വിചാരിച്ചാൽ ഒരു സ്ഥലത്ത് പെട്ടെന്നൊന്നും അവിടെ ലാൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ അവിടെ പ്രോഗ്രാം ചെയ്യാനോ ഒന്നും പറ്റത്തില്ല. കാരണം പ്രോട്ടോകോൾ അതിന് അനുവദിക്കത്തില്ല. ഇപ്പോൾ സെക്യൂരിറ്റി ഗാർഡ്സ് പറയുകയാണ്, ഏജൻസി പറയുകയാണ്, അവിടെ ചില തീവ്രവാദ ശക്തികളുണ്ട്, സോ ഇറ്റ് ഈസ് വെരി ഡേഞ്ചർ എന്ന് പറയുമ്പോൾ ആ ഒരു വരവ് ക്യാൻസലാക്കും. പക്ഷേ ഇന്ന് വരെ അത് ക്യാൻസലാക്കേണ്ട ആവശ്യം വന്നില്ല, കാരണം അത്രയ്ക്ക് സ്ട്രോങ് ആണ് നമ്മുടെ ഇന്നത്തെ സെക്യൂരിറ്റി സിസ്റ്റംസ്. അപ്പോൾ ഈ ഒരു, അതായത് എക്സാമ്പിളായിട്ട് ഞാൻ ഈ പറഞ്ഞതാണ്. ഇപ്പോൾ വരുന്ന ചൈതന്യത്തെ അതിൻ്റെ സെക്യൂരിറ്റി ഏജൻസിയാണ് മുരുകൻ അല്ലെങ്കിൽ അനന്തൻ. ശരിക്കും അനന്തനാണ് ഭഗവാൻ പൂർണ്ണമായിട്ട് അവതാര ലക്ഷ്യത്തിൽ. അതായത് നമുക്ക് ഞാൻ പണ്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, വൈ നാരായണ ഈസ് റിലേറ്റഡ് വിത്ത് അനന്ത. ഇപ്പോൾ ചോദിക്കും, മഹാവിഷ്ണുവിൻ്റെ അനന്തശയനത്തിൽ അനന്തനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അനന്തം എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ഉണ്ട്, നമ്മുടെ കാവുകളിലും ഉണ്ട്. ദാറ്റ് ഡസൻ മീൻ വിഷ്ണുവിൻ്റെ പ്രോപ്പർട്ടി മാത്രമാണെന്നല്ല, ശ്രീമൻ നാരായണൻ്റെ പ്രോപ്പർട്ടിയാണ് എല്ലാം. അതായത് ഈ പറയുന്ന ഗരുഡ ഭഗവാന് എല്ലാ നാഗങ്ങൾക്കും ഭീഷണിയായപ്പോൾ, അവരുടെ വംശനാശത്തിന് ഭീഷണിയായപ്പോൾ അനന്തൻ ശ്രീമൻ നാരായണ നരസിംഹമൂർത്തിയെ സറണ്ടറായി. ഭഗവാൻ കൊടുത്ത വരവാണ്, വേറെവർ യു വിൽ ബി ദേർ. ഞാൻ എവിടെ അവതാരമെടുത്തോ അവിടെയെല്ലാം നീ എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. അതായത് ശ്രീകൃഷ്ണൻ്റെ അവതാരത്തിൽ ബലരാമൻ, ശ്രീരാമൻ്റെ അവതാരത്തിൽ ഈ പറയുന്ന ലക്ഷ്മണൻ, അങ്ങനെ ഈ എല്ലാ അവതാരത്തിലും അനന്തൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ അനന്തൻ്റെ അവതാരം നിങ്ങൾക്ക് മനസ്സിലായി. ലക്ഷ്മണനുണ്ട്, ബലരാമനുണ്ട്, ഈ പറയുന്ന മുരുകനുണ്ട്, പിന്നെ നമ്മുടെ ശ്രീരംഗത്തിലുള്ള രാമാനുജാചാര്യരും പൂർണ്ണ സമാധി, അതായത് ആ ശരീരം ഇപ്പോഴും ദുർഗന്ധമൊന്നും വഹിക്കാതെ എങ്ങനെയാണോ സമാധി സമയത്തുണ്ടായിരുന്നത് അതേപോലെ ഇപ്പോഴും നിങ്ങൾ അവിടെ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഒരു ചില്ലുകൂട്ടിൽ വെക്കുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. നമുക്ക് തോന്നും ഇപ്പോഴും സമാധി ധ്യാനത്തിൽ ഇരിക്കുകയാണെന്നുള്ളത്. അപ്പോൾ അത്രയ്ക്ക് എനർജൈസ്ഡ് ആയിട്ടുള്ള പവറാണ് അനന്തൻ. അപ്പോൾ ഫുൾ സെക്യൂരിറ്റി, ഭഗവാൻ വരുന്നതിന് മുമ്പായിട്ട് എല്ലാം ഒന്ന് വീക്ഷിക്കുക എന്നുള്ള കടമയാണ് അനന്തൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് എല്ലായിടത്തും സിദ്ധന്മാർ ജനനമെടുക്കുന്നതും ഒരു ബ്രഹ്മണ്യമായിട്ടുള്ള ശരീരത്തിൽ അവർ കയറി ഈ പറയുന്ന മക്കളെയൊക്കെ അനുഗ്രഹിക്കുന്നതുമെല്ലാം. പക്ഷെ അതൊക്കെ എല്ലാം വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ വന്നത്. ഈ പറയുന്ന പാമ്പാട്ടി സിദ്ധർ പ്രഭാകര സിദ്ധിയോഗിയായി, മുട്ടേ സിദ്ധറായി, പുലിപ്പാനി സിദ്ധർ അവതാരമെടുത്തു, സാക്കിട സിദ്ധർ എന്നുള്ള അവതാരം. അപ്പോൾ അവരെല്ലായിടത്തും ഓരോ രീതിയിൽ അറിയപ്പെടുന്നു. ഇപ്പോൾ 2025 ഡിസംബർ ആകുമ്പോൾ
മുരുകയുഗം അല്ലെങ്കിൽ സിദ്ധയുഗം കഴിയുന്നു. അത് കഴിഞ്ഞാൽ ഞാൻ ഈ പറയുന്ന ശിവയുഗം സ്റ്റാർട്ട് ചെയ്തു. 2006 തൊട്ട് 2026 തൊട്ട് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ 2025 തൊട്ട് 2028 മാർച്ച് വരെ ലോകത്ത് നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പലതും സംഭവിക്കും. ഈ പറയുന്ന പ്രകൃതിക്ഷോഭങ്ങൾ, യുദ്ധങ്ങൾ, എല്ലാ രീതിയിൽ എന്തൊക്കെ രീതിയിൽ വരാമോ, പ്രളയങ്ങൾ വരെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അത് എല്ലാവർക്കും മനസ്സിലാക്കാവുന്നതാണല്ലോ. അത് ഭവിഷ്യപുരാണത്തിലും ഭവിഷ്യമാലികയിലും സ്കന്ദപുരാണത്തിലും വ്യക്തമായിട്ട് അത് പ്രതിപാദിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി ഭവിഷ്യമാലിക ആൻഡ് ഭവിഷ്യപുരാണത്തിൽ. ഇതിന് മൂന്നാം ഇന്ദ്രിയം വേണമെന്നൊന്നുമില്ല. നമുക്കെല്ലാം അത് വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും എന്തൊക്കെ ഇനി വരാനിരിക്കുന്നു എന്നുള്ളത്. അതായത് 2025 തൊട്ട് 2028 മാർച്ച് വരെ നമ്മുടെ ഈ ലോകത്ത് എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത്. ഈ 2028 കഴിഞ്ഞാൽ പ്യൂരിഫിക്കേഷൻ പൂർത്തിയായി. അപ്പോൾ അധർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നവർ, ധർമ്മത്തിന് ഗ്ലാനി ചെയ്തുകൊണ്ടിരിക്കുന്നവരെല്ലാവരും പൂർണ്ണമായിട്ട് നശിക്കും. നോ ഡൗട്ട്. കാരണം ധർമ്മമാണ്, മതമല്ല. ധർമ്മത്തിന് ഗ്ലാനി വന്നാൽ മതത്തിന് ഗ്ലാനി വരുമെന്നാണ്. കാരണം മതം എന്നുള്ളൊരു കൺസെപ്റ്റ് ഇല്ല. പ്രകൃതിയാണ്, ദ യൂണിവേഴ്സലാണ്, ദ യൂണിവേഴ്സൽ പവറാണ് പരാശക്തി എന്ന് പറഞ്ഞാൽ. മനുഷ്യനിർമ്മിതമാണ് മതങ്ങൾ. അത് പരാശക്തിയിലേക്കുള്ള ഒരു പടി എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അത് ഒരിക്കലും തമ്മിൽ അടിക്കാനോ അല്ലെങ്കിൽ ഞാൻ വലുതാണ്, എൻ്റെ മതം വലുതാണ് എന്നൊക്കെ പറയാനോ വേണ്ടിയിട്ടല്ല. ഇന്നത്തെ കാലത്ത് പ്യൂരിറ്റിയുള്ള ഒരു മതം നമുക്ക് കാണാൻ പറ്റത്തില്ല. പണ്ടൊക്കെ എല്ലാ മതക്കാർ ഒരുമിച്ചിരുന്നാൽ അത് വേറെ സന്തോഷമായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെ ഇരിക്കാൻ പോലും പണ്ഡിതന്മാർ സമ്മതിക്കത്തില്ല. അവൻ്റെ വീട്ടിൽ പോയി കഴിക്കരുത്, അവൻ്റെ വീട്ടിൽ ചെല്ലരുത്, നമ്മുടെ റിസ്ട്രിക്ഷൻസിൽ നമ്മുടെ ഏരിയയിൽ നിൽക്കണം, നമ്മുടെ ബൗണ്ടറി വിട്ട് പോകരുത്. അങ്ങനെയായി മതങ്ങൾ. നല്ലത് പറഞ്ഞു കൊടുക്കാൻ മതങ്ങൾ സൃഷ്ടിച്ചു മനുഷ്യർ. പക്ഷേ ഇന്ന് നടക്കുന്നത് നേരെ വിപരീതമാണ്. മതഗ്രന്ഥങ്ങൾ മാറ്റപ്പെട്ടു. വിവർത്തനം ചെയ്തപ്പോൾ പലതും കയറ്റിയും ഇറക്കിയും കളിച്ച് അതും വിശ്വസിച്ച് മുമ്പോട്ട് മനുഷ്യർ പോയി. കുറച്ച് പേര് മതങ്ങളൊന്നും അക്സെപ്റ്റ് ചെയ്യാതെ നിരീശ്വരവാദികളായിട്ട് കുറച്ച് പേര് പോയി. സംഭവിക്കുന്നത് ധർമ്മത്തിന് ഗ്ലാനിയാണ്. ഈശ്വരനോടുള്ള വിശ്വാസം കുറഞ്ഞു വരുന്നു. അപ്പോൾ എന്തായി? മനുഷ്യൻ ബുദ്ധിശൂന്യനായി. കാള പെറ്റു എന്ന് പറയുമ്പോൾ കയറെടുക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറി. ഇപ്പം നമ്മൾ ന്യൂസുകളിലൊക്കെ എക്സ്പീരിയൻസ് ചെയ്തവരാണ്. ചെറിയ കാര്യത്തിന്, ഒരു പപ്പടത്തിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ ബിരിയാണിയുടെ കാര്യത്തിലോ ഒക്കെ വഴക്കും തല്ലും കത്തിക്കുത്തുമായിട്ട് നടക്കുന്ന ഒരു കാലമായി പോയിന്ന്. ഒരു പൈശാചിക രൂപമാണ്. അതായത് സിംഹത്തിൻ്റെ ആ സ്വഭാവം. ട്രൂ സിംഹമാണ് നമ്മുടെ ശരിക്കും നാരായണൻ. ഫോൾസ് സിംഹമാണ് കൽക്കി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഫോൾസ് നരസിംഹത്തെ, അതായത് നെഗറ്റീവ് സെകുത്താൻ എന്നൊക്കെ നമ്മൾ പറയും, ആ അസുരനെ വധിക്കുവാൻ വേണ്ടിയിട്ടാണ് നരസിംഹമൂർത്തി അവതാരമെടുക്കുന്നത്. അപ്പോൾ ആ ഭാവത്തെ, ഈ പറയുന്ന നെഗറ്റീവ് സിംഹം എന്ന് പറഞ്ഞാൽ സ്വഭാവം കൊണ്ടാണ് കേട്ടോ, സിംഹാവതാരമായിട്ടല്ല. സിംഹാവതാരമായിട്ട് വരുന്നത് ട്രൂലി നരസിംഹമൂർത്തിയാണ്. പക്ഷെ മനുഷ്യനായിട്ട് ഒരു വ്യക്തി ഉണ്ട്.
ആ വ്യക്തി പല വ്യക്തികളെ ഇപ്പം നാം പറയുന്നല്ലോ ഹിപ്നോട്ടൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന പോലെയാണ്. അത് ലോകമെമ്പാടും ഇങ്ങനത്തെ നെഗറ്റീവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നാം ആ ഒരു തലത്തിലേക്ക്, ആ ഒരു വലയിലേക്ക് പെട്ടിരിക്കുന്നു എന്നുള്ളൊരവസ്ഥ നാം ഇന്ന് മനസ്സിലാക്കണം. ഓട്ടോമാറ്റിക്കലി പെട്ടിരിക്കുകയാണ്, നോ ഡൗട്ട്. പക്ഷെ നമ്മൾ പോലും അറിയില്ല അവർ. ദാറ്റ് ഈസ് കോൾഡ് നെഗറ്റീവ് എനർജി. അതിന് പല പല പേരുകൾ വരും, ഞാൻ അതിൻ്റെ പുറകിലൊന്നും പോകുന്നില്ല. അപ്പോൾ ഈ ഒരു കാലം പൊളിറ്റിക്കൽ മതങ്ങൾ, പൊളിറ്റിക്സാണ് ഇതെല്ലാം നിയന്ത്രിക്കുന്നത്. ഈ മതങ്ങളെ, ജാതികളെ ഒക്കെ നിയന്ത്രിക്കുന്നത്. ഓരോ മതങ്ങൾ വെവ്വേറെ നിന്നാൽ, വെവ്വേറെ ജാതികൾ വെവ്വേറെ നിന്നാൽ മാത്രമേ പൊളിറ്റിക്സിന് ശക്തി ഉണ്ടാവുള്ളൂ. ആ പൊളിറ്റിക്സിനെ വരെ നിയന്ത്രിക്കാൻ കഴിവുള്ള തലമൂത്ത ശക്തികളാണ് ഈ ലോകങ്ങൾ നിയന്ത്രിക്കുന്നത്, ഈ യുദ്ധങ്ങൾ നിയന്ത്രിക്കുന്നത്. ആ ശക്തിയെയാണ് നിരീശ്വരത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ഈ പറയുന്ന ഇസ്ലാമോ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻസോ അല്ലെങ്കിൽ ഹിന്ദുവോ ജൈനോ ബുദ്ധോ അല്ല ഇവിടെ പ്രശ്നം. അതിൻ്റെ നെഗറ്റീവിനെ, അതെല്ലാം നെഗറ്റീവാക്കിയിട്ട് ഈ ലോകത്തെ പൂർണ്ണമായിട്ട് നെഗറ്റീവ് ആരാധന നടത്തുവാൻ കാട്ടുന്ന കാട്ടായമാണ് ഇന്ന് നാം കാണുന്നത്. നമ്മൾ ചിലയിടത്ത് നോക്കും, ഇസ്ലാം തീവ്രവാദം പ്രൊമോട്ട് ചെയ്യുന്നു, ചിലയിടത്ത് വേറെ രീതിയിൽ. പക്ഷെ ആക്ച്വലി ഈ മതങ്ങളൊന്നും അതിന് ഉത്തരവാദികളല്ല. പക്ഷേ നാം ഒന്ന് മനസ്സിലാക്കണം, പൂർണ്ണ ഭക്തിയോടെ നമ്മുടെ ഉപാസനകൾക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കും. ഇപ്പൊ പെട്ടെന്ന് പോയിട്ട് അവരവരുടെ സെൽഫിഷിന് വേണ്ടി ഉപാസന നടത്തിയാൽ നമുക്കിതൊന്നും മനസ്സിലാവത്തില്ല. നമ്മുടെ ആ പരാശക്തിയെ ഒരു ലാഭേച്ഛയും കൂടാതെ ഉപാസിക്കുമ്പോൾ, അതും വർഷങ്ങളായിട്ട് ഉപാസിക്കും, ഫലമായിട്ട് നമുക്കിതെല്ലാം മനസ്സിലാവും. നാം ഗുരുവിനെ തേടുന്നു, ശരിയായ സദ്ഗുരുവിനെ തേടുന്നു. പക്ഷെ ഭഗവാൻ അത് കൃത്യമായിട്ട് അറിഞ്ഞ് കൃത്യമായ സമയത്ത് ഭഗവാൻ നമ്മൾക്ക് ആ ഗുരുവിനെ കാട്ടിത്തരുന്നു. അതിന് നമ്മൾ ഓടി നടക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കറക്റ്റ് ഉപാസനയാണോ ചെയ്യുന്നത്, അതിൽ ലാഭ ഇച്ഛ കൂടാതെയാണ് നാം ഉപാസന ചെയ്യുന്നതെങ്കിൽ നമ്മളെ റൂട്ട് ചെയ്യുന്നതും ഭഗവാനായിരിക്കും. നീ ഇന്നടത്ത് പോ, ഇത്രയും നാൾ അവിടെ ജപിക്കുക, അത് നമ്മൾ റൂട്ടീനായിട്ട് പോകണം. അടുത്ത ഘട്ടം എവിടെയാണെന്നുള്ളത് മൂർത്തി, അടുത്ത ഘട്ടം ഇത്ര നാൾ നീ ഇന്നടുത്ത് ധ്യാനിക്കുക. അത് കഴിഞ്ഞ് അടുത്ത ഘട്ടം മൂർത്തി പറയും യു ക്യാൻ ചേഞ്ച്. ആ ഘട്ടം എവിടെയാണ് എല്ലാം വ്യക്തമായിട്ട് മനസ്സിലാക്കി അവിടെ നമ്മൾ പോവുക, ജപിക്കുക, ആത്മാർത്ഥമായിട്ട് പോവുക, ഒറ്റയ്ക്ക് തന്നെ പോവുക. കാരണം മൂർത്തികൾ നിങ്ങളെ റൂട്ട് ചെയ്യാണ് ഫോർ ഹിസ് ഡ്യൂട്ടി. ഭഗവാന്റെ ഡ്യൂട്ടിയിൽ ചെയ്യുവാൻ വേണ്ടി നിങ്ങളെ നിയുക്തമാക്കിക്കൊണ്ടിരിക്കുന്നതാണ്. അതിൽ പല പല പരീക്ഷണങ്ങളുണ്ടാവും. പ്രത്യേകിച്ച് നരസിംഹമൂർത്തിയെയും കാളിയെയും ഉപാസിക്കുന്നവർക്കൊക്കെ മനസ്സിലാകും അവർ ചെറിയ ഉപാസനകൾ കൊണ്ടൊന്നും ഈ പറയുന്ന ഭക്തവത്സരരാകൂ എന്നുള്ളത്. പൂർണ്ണമായിട്ടും പരീക്ഷിക്കും. അതായത് ചില്ലക്ഷരങ്ങൾ മാത്രമേ ആ ഉപാസകന് കാണാനുള്ളൂ. ഇപ്പം നിങ്ങൾ ഭദ്രകാളി ഉപാസകനാണെങ്കിലൊക്കെ മനസ്സിലാകും, ഭൈരവ ഉപാസനകൾ ചെയ്യുന്നവരാണെങ്കിൽ മനസ്സിലാകും, അവരുടെ ജീവിതത്തിൽ പല പല ഘട്ടങ്ങൾ, അതായത് ഒരു മനുഷ്യൻ അനുഭവിക്കാൻ പറ്റാത്ത രീതിയിലുള്ള സ്റ്റേജിലൊക്കെ നമ്മൾ പോകും. പല പല ഇപ്പം സമൂഹത്തിൽ തന്നെ പല പല ഘട്ടങ്ങളിലൂടെ
ഞാൻ ആ ഘട്ടങ്ങളൊന്നും നിങ്ങളോട് പ്രത്യേകിച്ച് പറയണ്ടല്ലോ. നിങ്ങൾക്കറിയാം ഒരു ഉപാസകന് ഏതൊക്കെ രീതിയിൽ അവൻ്റെ ജീവിതത്തിൽ പല പല പ്രശ്നങ്ങൾ വന്നു. അപ്പം ആ ഒരു പ്രശ്നം 4-8 ദിക്കിൽ നിന്നൊക്കെ വരുമ്പോൾ ഒരു സാധാരണ മനുഷ്യന് താങ്ങാൻ പറ്റാതെ എല്ലാ ഉപാസനയും നിർത്തിപ്പോവും. അതാണ് ഇപ്പം സംഭവിക്കുന്നത്. പക്ഷേ തൻ്റെ മൂർത്തിയോട് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിയോ ആ ഉപാസന നിർത്താതെ കണ്ടിന്യൂ ചെയ്യും. കാരണം നമ്മൾ ഒരു ഉപാസന ചെയ്യുമ്പോൾ നമ്മൾ എന്താ സങ്കല്പം എടുക്കും, എന്തൊക്കെ വന്നാലും ഞാൻ ഈ ഉപാസന മുടക്കില്ല എന്നുള്ളത്. ആ സങ്കല്പത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഒരു കാര്യമുണ്ട്, നമ്മുടെ ഈ പറയുന്ന പരീക്ഷണത്തിന് മുമ്പായിട്ട് തന്നെ നമ്മുടെ ഉപാസനാമൂർത്തി നമുക്ക് ഒരു ഗുരു റൂട്ട് ചെയ്ത് തന്നിരിക്കും. കാരണം നമ്മുടെ മുജ്ജന്മ സുഹൃത്തമാണ് ഒരു ആത്മീയ ഗുരുവിനെ നേടുക എന്നുള്ളത്. പക്ഷെ അത് ഓട്ടോമാറ്റിക്കലി വരും. നമ്മളൊന്നും ഓടിച്ചാടി ഏത് ഗുരുവാണെന്നും നമ്മൾ നോക്കണ്ട. ജസ്റ്റ് കോൺസെൻട്രേറ്റ് ഓൺലി ഓൺ ഉപാസന. ആ ഗുരുവിനെ കാണുന്ന മാത്രയിലാണ് നമ്മുടെ ശരിയായ കർമ്മത്തിൻ്റെ ബോധം നമ്മുടെ ബോധമണ്ഡലത്തിലേക്ക് വരുള്ളൂ. പിന്നെ നമ്മൾ കൂളായി വട്ടവർ എന്തൊക്കെ പ്രതിസന്ധികളുണ്ടോ അതൊക്കെ തരണം ചെയ്യാൻ ഗുരുവിൻ്റെ ഒരു കൈ നമ്മുടെ കയ്യിലുണ്ടാവും. സോ നാം ഈ പറയുന്ന ഘട്ടങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നു. ഭക്തി നമ്മൾ ഉപാസനയിലേക്ക് കൊണ്ടുവരിക. കാരണം നമ്മളെ വ്യതിചലിപ്പിക്കാൻ വേണ്ടി കുറേ നെഗറ്റീവ് എനർജീസ് പോസിറ്റീവ് എന്നുള്ള രീതിയിൽ വരും, ഭഗവാന്റെ പേരിൽ വരും. അതിലൊന്നും വിശ്വസിക്കാതെ നമ്മുടെ വീട്ടിൽ നമ്മുടെ ഉപാസനാമൂർത്തിയെ പൂർണ്ണ മനസ്സോടെ മാത്രം ഉപാസിച്ചാൽ മതി. നിങ്ങൾ എങ്ങും ഓടണ്ട. അവിടെ ഓരോ മതനേതാക്കൾ ചിലവർ സംഘടനയുണ്ടാക്കി, ചിലവർ സ്പെസിഫിക് ആയിട്ടുള്ള ദേവതകളെ വെച്ച് ഭഗവാൻ വരും എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ പറ്റിക്കപ്പെടുത്താം. പക്ഷേ നമ്മുടെ ഉള്ളിൽ, നമ്മുടെ വീടുകളിൽ ആ ചൈതന്യത്തെ നാം അറിയണം. അഥവാ നമ്മളത് അറിഞ്ഞില്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഗൃഹത്തിൽ ആ ചൈതന്യത്തെ വളർത്തണം. ഭഗവാന്റെ ഭക്തരല്ല വേണ്ടത്, ഭഗവാന്റെ പ്രഹ്ലാദനെയാണ് വേണ്ടത്. ഭഗവാൻ എപ്പോഴും പറയുന്നൊരു വേർഡുണ്ട്, ഐ ഡോണ്ട് നീഡ് എനി ഭക്ത. എനിക്ക് ഒരു ഭക്തനെയും വേണ്ട, മറിച്ച് എനിക്ക് പ്രഹ്ലാദന്മാർ മാത്രം മതി. കാരണം ഭക്തര് ഇന്നത്തെ കാലത്ത് വെറും ഫേക്കാണ്. കാര്യം കാണാൻ നാരായണ എന്ന് വിളിക്കും, കാര്യം കഴിഞ്ഞു കഴിഞ്ഞാൽ കൂരായണ. അങ്ങനെയുള്ള ഭക്തരാണ്. ഇപ്പോൾ എക്സാമ്പിൾ, ഞാൻ മലപ്പുറത്ത് അതേപോലെ പാലക്കാട് സൈഡിലൊക്കെ നരസിംഹമൂർത്തി ക്ഷേത്രം നിങ്ങൾ വിസിറ്റ് ചെയ്യണ്ടായി. എല്ലാം ഒട്ടിഞ്ഞ് പൊട്ടി വള്ളി കയറി ആരും കയറാത്ത അവസ്ഥയാണ്. അതെന്താ? ഇപ്പോൾ ബ്രഹ്മാണ്ഡ നായകനാണ് നരസിംഹമൂർത്തി. നരസിംഹമൂർത്തിക്ക് ഒരിക്കലും എന്നെ പൂജിക്കുക, എന്നെ പൂജിക്കട എന്ന് പറഞ്ഞിട്ടില്ല. ഇറ്റ്സ് യുവർ, നിന്റെ ആവശ്യമാണ് എന്നെ പൂജിക്കുക. ബാക്കിയുള്ള ദേവതകൾ അങ്ങനെയല്ല, എന്നെ പൂജിക്ക്, ഞാൻ നിനക്ക് വരം തരാം എന്നാണ്. ഇഫ് യുവർ ഉപാസന, ഇഫ് യുവർ ഡിവോഷൻ ടുവേർഡ്സ് നരസിംഹ ഈസ് ഫേക്ക്, അതായത് നാം നരസിംഹമൂർത്തിയെ പൂജിക്കുന്ന ഒരു ക്ഷേത്രം, അവിടെ തെറ്റായ രീതിയിൽ കാര്യങ്ങൾ പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ തെറ്റായ രീതിയിൽ നിങ്ങൾ വീട്ടിൽ ഉപാസിക്കുകയാണെങ്കിൽ, അതായത് അധർമ്മം എന്നുള്ള കോൺസെപ്റ്റിൽ നിങ്ങൾ പോകുകയാണെങ്കിൽ ഭഗവാൻ അത് ആ അമ്പലം തന്നെ ഡിമോളിഷ് ചെയ്യും, ആ ഭക്തനെ തന്നെ ഡിമോളിഷ് ചെയ്യും. പിന്നെ അവന് ഒരിക്കലും ഗതി കിട്ടില്ല.
പരീക്ഷണങ്ങളിൽ വീഴുമ്പോൾ നരസിംഹമൂർത്തി അതേപോലെ ഭദ്രകാളി ഇവരൊന്നും പെട്ടെന്ന് പ്രസാദിക്കുന്നവരല്ല. തോന്നും പ്രസാദിച്ചെന്നൊക്കെ, പക്ഷെ ജീവിതത്തിൽ പല പല പ്രശ്നങ്ങൾ വരുമ്പോൾ അതുകൊണ്ട് ഒഴുകിക്കളയും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അമ്പലത്തിൽ കൊണ്ടുവയ്ക്കും. കാരണം നരസിംഹമൂർത്തിയെ ഉപാസിക്കണമെങ്കിൽ ക്ഷമ, സ്നേഹം, ഭക്തിയല്ല അവിടെ വേണ്ടത്, സ്നേഹമാണ്. ആ സ്നേഹം, ആ മൂർത്തിയുടെ സ്നേഹം നമ്മൾ കിട്ടുവാൻ വേണ്ടിയിട്ടാണ് ഉപാസന ചെയ്യേണ്ടത്. അല്ലാതെ ഒരു കാര്യലാഭത്തിന് വേണ്ടി ഭഗവാൻ നിന്നു കൊടുക്കത്തില്ല. യു ഡോണ്ട് വാണ്ട് ഭക്താസ്, ദാറ്റ്സ് വാട്ട് ഹി ടോൾഡ്. പ്രഹ്ലാദൻ എന്താണ്? സ്നേഹമാണ്. അപ്പോൾ ആ സ്നേഹമാണ് ഭഗവാനും വേണ്ടത്, ഭക്തരെയല്ല. അതുകൊണ്ട് ഞാൻ സന്ദർശിച്ച മലപ്പുറത്തെയും ഈ പറയുന്ന പാലക്കാട്, അതേപോലെ ആന്ധ്രാപ്രദേശിൽ, അവിടെയൊക്കെ നരസിംഹമൂർത്തി ക്ഷേത്രങ്ങളൊക്കെ പൊട്ടിയും ആരാധന നടത്താത്ത രീതിയിൽ കിടക്കുമായിരുന്നു, കാടും വള്ളിയും ഒക്കെ. എന്തുകൊണ്ടാ? ഭഗവാന് ഇഷ്ടമല്ല. അവിടെ ഭക്തർ വരുന്നത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, പൂജകൾ നേരെ ചൊവ്വേ നടക്കുന്നില്ല. അപ്പോൾ എന്തായി? ഭഗവാൻ ഇഷ്ടമില്ല. അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്. അവിടെ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ബാധകളാണ് അവിടെ വസിക്കുന്നത്. ബാധകൾ വസിച്ചാലുള്ള നെഗറ്റീവ് എനർജി ചെയ്ത എന്താ ചെയ്യുന്നത്? ആ ഏരിയ മൊത്തം അവരുടേതാക്കും. അവിടെ അപ്പോൾ ദുർമരണങ്ങൾ, ആപത്തുകൾ ഒക്കെ നടക്കും. അപ്പോഴത്തേക്ക് ക്ഷേത്രങ്ങളിൽ ആരും വരാതാവും. ആ ഏരിയയിലുള്ള എല്ലാ പ്രേതങ്ങളും അവിടെ സമ്മേളനമായി അവരുടെ ജില്ലയായിട്ട് പ്രഖ്യാപിക്കും. പിന്നെ അവിടെ ആരാധനകളൊന്നും നടക്കില്ല. സോ അങ്ങനെയുള്ള ഒരു കർക്കശക്കാരനാണ് നരസിംഹമൂർത്തി എന്ന് പറഞ്ഞാൽ. തൊട്ടാപ്പൊള്ളും. മറ്റുള്ള മൂർത്തികൾ അങ്ങനെയല്ല. ചെറിയ ചെറിയ അനുഭവങ്ങൾ അല്ലെങ്കിൽ ദുഃഖങ്ങൾ, കഷ്ടപ്പാടുകളേക്ക് തരുള്ളൂ. പക്ഷെ നരസിംഹമൂർത്തിയെ പൂജിച്ചു കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള, ഇപ്പോൾ നിങ്ങൾ നിഷ്കളങ്കരാണ്, നരസിംഹമൂർത്തിയെ പൂജിക്കാൻ ആഗ്രഹമുണ്ട്, ഒരച്ഛൻ്റെ സ്നേഹം വേണം, യു ക്യാൻ. നരസിംഹമൂർത്തി അവിടെ വന്നിരിക്കും. അതേസമയം ഭഗവാനെ വെച്ച് കാശുണ്ടാക്കാം, അല്ലെങ്കിൽ ഒരു കാട്ടായം ചെയ്യാം എന്ന് നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ നോ, ഇറ്റ് ഇസ് വെരി ഡേഞ്ചർ. അപകടമാണ്. തീക്കളിയല്ല, വജ്രക്കളിയാണ്. പിന്നെ ആ വ്യക്തി തന്നെ ചിലപ്പോൾ ഡിമോളിഷ് ആകും, ഈ ലോകത്ത് തന്നെ കാണാൻ മറയത്താവും. അപ്പോൾ ഈ പറയുന്ന നിങ്ങളുടെ ചോദ്യങ്ങൾക്ക്, ഇപ്പോൾ നരസിംഹമൂർത്തിയുടെ യുഗം, അതേപോലെ സിദ്ധയുഗം വരുമോ, അല്ലെങ്കിൽ മുരുകയുഗം വരുമോ, പിന്നെ നരസിംഹമൂർത്തിയുടെ ഉപാസന, ഈ ചോദ്യങ്ങൾക്കാണ് ഞാൻ ഈ എപ്പിസോഡിൽ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഒരു ഏകദേശ രേഖയാണ്. ഞാൻ ഉപാസന തുടങ്ങുന്നതിന് മുമ്പുള്ള ഘട്ടവും ഉപാസന ചെയ്ത് ഈ 22 വർഷത്തിന് മേലെയായി. അപ്പോൾ അവിടെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ സിദ്ധികളൊക്കെ അവൈലബിൾ ആയിരുന്നു. എല്ലാ സിദ്ധികളും എന്നിൽ വന്നിരുന്നു. തളർന്നവനൊക്കെ എഴുന്നേറ്റ് പോകുന്ന സെക്കൻഡുകൾക്കുള്ളിൽ എഴുന്നേറ്റ് പോകുമായിരുന്നു. എല്ലാ രോഗങ്ങളൊക്കെ മാറുമായിരുന്നു സെക്കൻഡുകൾ. അത്ര പവർഫുൾ ആയിട്ടുള്ള ഹീലിംഗ് അടുത്തിരുന്നാൽ തന്നെ നടക്കുമായിരുന്നു. പക്ഷേ ഒരു കാലം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, എൻ്റെ സിദ്ധികളല്ലാത്തിടത്തോളം കാലം എൻ്റെ ശരീരത്തിൽ പല പ്രശ്നങ്ങൾ വരും. കാരണം ഉപാസിച്ച് എന്നിൽ വന്ന സിദ്ധികൾ ഞാൻ പ്രയോഗിക്കുമ്പോൾ അതായത് പ്രകൃതി നിയമത്തിന് വിരുദ്ധമായിട്ട് ഞാൻ ചെയ്യുന്ന കടുങ്കൈയാണ്. സോ അപ്പോൾ എന്തായി? ഈ പറയുന്ന എല്ലാ നെഗറ്റീവ് എനർജീസും എന്നിൽ അടിഞ്ഞുകൂടി. അവനിലുള്ള ദോഷങ്ങൾ, അവനിലുള്ള രോഗങ്ങൾ, അവനിലുള്ള അവസ്ഥകൾ ഒക്കെ വന്നു കൂടിക്കഴിഞ്ഞപ്പോൾ
ഇങ്ങനെയുള്ള ഒരു വ്യക്തി ഇങ്ങനെയായി. സോ നൗ വാട്ട് ഐ ആം ഡൂയിങ്, വാട്ട് എവർ മൈ സിദ്ധീസ്, ഐ സറണ്ടർ എവറിത്തിങ് ടു അപ്പ, അതായത് നരസിംഹമൂർത്തിക്ക്. ദാറ്റ് ഡസൻറ്റ് മീൻ ഐ ഡോണ്ട് ഹാവ് എനി പവേഴ്സ്, ബിക്കോസ് ഹീ ഈസ് ലൈവ് ഇൻ ദിസ് ബോഡി. അതായത് മാജിക് കാണിക്കാനോ അല്ലെങ്കിൽ അത്ഭുതങ്ങൾ കാണിക്കാനോ ഉള്ളതല്ല നരസിംഹമൂർത്തി എന്നുകൂടി അറിയുക. അത് കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായി കാണും. കാരണം അത് നടന്നു, അങ്ങനെ ഉണ്ടാക്കുന്നു, ഈ പറയുന്ന ആകാശത്ത് വായുവിലൂടെ ഭസ്മം വരുത്തുന്നു, അതൊന്നും അല്ല നരസിംഹമൂർത്തി. ബി സീരിയസ്. തെറ്റ് ചെയ്താൽ ഞാനും അനുഭവിക്കും. ഒരു വ്യക്തിയുടെ പൂർണ്ണമായിട്ട് ദൈവികതയിൽ വരുത്തി അവനെ പിടിച്ചുകൊണ്ട് നടക്കുന്ന ഒരു മൂർത്തിയാണ് നരസിംഹമൂർത്തി. തെറ്റ് ആര് ചെയ്താലും, ഈവൻ ഞാൻ ചെയ്താലും ഞാൻ അനുഭവിക്കും. പക്ഷെ ആ തെറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഈ ജീവിതത്തിൽ എല്ലാം പഠിപ്പിച്ചിട്ടായിരിക്കും. അതായത് ഒരു ശില്പി ഒരു പ്രതിമയെ വാർത്തെടുക്കുന്ന പോലെയാണ് നരസിംഹമൂർത്തിയെ ഉപാസിച്ചാൽ. അതായത് നരസിംഹമൂർത്തി ഡേഞ്ചറാണെന്നല്ല പറയുന്നത്. പക്ഷെ നിങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ ഈ പറയുന്ന നിഷ്കളങ്കത, സ്നേഹം, ഇത് മുൻനിർത്തി വേണം നമ്മൾ. അത് കാട്ടായം ഒരിക്കലും ഇഷ്ടമല്ലാത്ത ഒരു മൂർത്തി കൂടിയാണ് അപ്പ. സോ ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കി തരാൻ വേറെ ഒരു മൂർത്തിക്കും കഴിയില്ല. കാരണം ഏറ്റവും പവറായിട്ടുള്ള ദ വൺ ആൻഡ് ഓൺലി സ്പിരിച്വൽ യൂണിവേഴ്സൽ ഫാദറാണ് അപ്പ. ഏത് രൂപം ധരിക്കാനും ഭക്തൻ്റെ അല്ല പ്രഹ്ലാദൻ്റെ ഹൃദയത്തിലിരിക്കുവാൻ 24/7 ആ പ്രഹ്ലാദന്മാരെയാണ് അപ്പ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി വരാൻ പോകുന്ന നരസിംഹ അല്ലെങ്കിൽ ശിവയുഗം എല്ലാവരും തൻ്റെ ശക്തികൾ, തൻ്റെ ബുദ്ധി, തന മന ആ ശ്രീമൻ നാരായണനെ, ആ ശിവാംശത്തെ, മീൻസ് ശിവാംശമല്ല, പൂർണ്ണ ശിവൻ തന്നെ, രുദ്രൻ തന്നെ, അതിൽ ഫുൾ സറണ്ടർ ചെയ്ത് ഇനിയുള്ള ദിവസങ്ങൾ വളരെ വിലപ്പെട്ടതാണ്. ഒരു ഓഡിറ്റോറിയത്തിൽ വന്ന് നിങ്ങളെല്ലാവരോടും പറയാൻ ഉള്ള രീതിയല്ല എൻ്റെ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വീഡിയോ ഇടുന്നതും. കാരണം അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഒരു കാര്യമില്ല. അവനവന് തോന്നണം, അവനവൻ്റെ വീട്ടിലിരുന്ന് ആ ചൈതന്യത്തെ ഉണർത്തണം. എന്നാൽ മാത്രമേ ഈ കലിയെ നമ്മളെ തട്ടാതെ ഇരിക്കത്തുള്ളൂ. അപ്പോൾ ഗുരുവായിട്ട് ഗുരുനരസിംഹവും, സ്നേഹം, അച്ഛൻ്റെ സ്നേഹമായിട്ട് പ്രഹ്ലാദഭരത നരസിംഹവും, നമ്മുടെ എല്ലാ തരത്തിലുള്ള കഷ്ടപ്പാട് മാറ്റാവും ലക്ഷ്മി നരസിംഹവും, നമുക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ വൈദ്യ നരസിംഹമായിട്ട്, അതായത് അപ്പനെ പറ്റി വർണ്ണിക്കാൻ അനന്തന് പോലും വർണ്ണിക്കാൻ പറ്റാത്ത ഭാവങ്ങളാണ് നരസിംഹമൂർത്തി, അതായത് അപ്പയുടേത്. നമുക്ക് എന്ത് ആപത്ത് വന്നോ ആ ആപത്ത് സെക്കൻഡുകൾക്കുള്ളിൽ മാറ്റി തന്നിരിക്കും. ആരാണോ ശത്രു അവന് ഒരു പരിവം ആക്കി തന്നിരിക്കും. കാരണം ധർമ്മമാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ അപ്പനെ പൂജിക്കുമ്പോൾ, ഉപാസിക്കുമ്പോൾ അവിടെ ഒരു അച്ഛനായിട്ടാണ് നമ്മളെ അപ്പയെ കാണേണ്ടതും, മോനായിട്ടാണ് നമ്മളെ കാണുന്നതും. അപ്പോൾ മക്കൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അത് തന്തയ്ക്കറിയാം എങ്ങനെ അത് സോൾവ് ചെയ്യണം എന്നുള്ളത്. അത് സോൾവ് ആക്കി തന്നിരിക്കും, അതിൽ ഒരു സംശയം വേണ്ട. അപ്പോൾ നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും അപ്പയുടെ എല്ലാ അനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഓം നമഃ ശിവായ. നർമ്മദേ